ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ രേഖാചിത്രം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ആസിഫ് അലി നായകനെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമ രേഖാചിത്രം ആ സിനിമയുടെ 5ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടു നിൽക്കുകയാണ്. സിനിമയുടെ തിങ്കളാഴ്ച ദിവസത്തെ കേരള ട്രാക്കിംഗ് ആകെ 5 ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനു മുന്നേ ഒരിക്കൽ കൂടി സിനിമയുടെ ആകെ 4 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരള കളക്ഷൻ 10,69,00,000 വെറും 4 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ കേരളത്തിൽ 3.5 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 28 കോടി കടന്നപ്പോൾ ട്രാക്കേഴ്സ് കണക്കിൽ 27 കോടി രൂപയാണ് കളക്ഷൻ. ഇനി ഇന്നത്തെ ട്രാക്കിംഗ് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 2 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച 88 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്ന് സിനിമയുടെ ആദ്യ തിങ്കളാഴ്ചയും മികച്ചൊരു ഹോൾഡർ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 2 കോടിയോളം രൂപ കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ. അങ്ങനെയെങ്കിൽ ആകെ 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ മാത്രം 12,70,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 3-4 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തോടെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 30 കോടി കടക്കുകയാണ്. 30-32 കോടി റേഞ്ചിലാണ് 5 ദിവസത്തെ സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2025 ആദ്യത്തെ വിജയമായിട്ട് ആസിഫ് അലിക്ക് മാറിയ രേഖാചിത്രം എന്ന സിനിമ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയ്ക്ക് ശേഷം അടുത്തൊരു വമ്പൻ കളക്ഷനിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കളക്ഷൻ അറിയാനായിട്ട്.